5 ദിവസത്തെ തുടർച്ചയായ ഇടിവിന് ശേഷം ഒരു ചോപ്പി ട്രേഡിംഗ് സെഷനായിട്ട് കൂടിയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. മാർക്കറ്റ് മാർജിനലി പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി ഒരു ചെറിയ പുൾ ബാക്കിൻ്റെ സൂചന നൽകിയെങ്കിലും ഇപ്പോഴും ട്രെൻഡ് അല്ലെങ്കിൽ മൊമെൻറ്റം ബിയറിഷ് തന്നെയാണ്. 10 ഡേ 20 ഡേ 50 ഡേ 100 ഡേ ഈവൻ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഒരു സ്ലോപ്പി ഡൗൺവേർഡ് ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ ഓയിലിൻ്റെ പ്രൈസ് ഉയർന്നു തുടരുന്നതും രൂപയുടെ മൂല്യം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായി സെല്ലിംഗ് നടത്തുന്നതുമൊക്കെ മാർക്കറ്റിനെ അസ്ഥിരതപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 23,400 എന്ന ക്രൂഷ്യൽ സോണിന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട്. 23,400 എന്ന റേഞ്ച് വരും ദിവസങ്ങളിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ 23,600, 23,700 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് ഉയരാൻ സാധ്യതയുണ്ട്. 23,700, 23,800 തുടങ്ങിയ റേഞ്ചുകൾ മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യും. അതേസമയം 23,400 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 23,200, 23,100 തുടങ്ങിയ സോണുകളിലേക്ക് മാർക്കറ്റ് ഇടിയാനുള്ള സാധ്യതയുമുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 23,400 ഒരു പ്രധാന ലെവൽ കൂടിയാണ്. ഇനി ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ബുള്ളിഷ് ബോഡിയോട് കൂടിയതും അതേസമയം അപ്പർ സൈഡിൽ ഉയർന്ന ഷാഡോയും ലോവർ സൈഡിൽ ചെറിയ ഷാഡോയുമുള്ള ഒരു ചെറിയ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് ഹയർ സൈഡിലുള്ള സെല്ലിംഗ് പ്രഷറിനെ കൃത്യമായി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതേസമയം ലോവർ സോണിൽ വന്നിരിക്കുന്ന ബൈയിങ് മൊമെൻറ്റത്തെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹയർ സൈഡിൽ അതായത് 23,700, 23,800 തുടങ്ങിയ റേഞ്ചുകൾ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന ഹഡിലായി വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കും എന്നുള്ള സൂചനയാണ് ഇന്ന് ഫോം ചെയ്ത ക്യാൻഡിലും നൽകിയിരിക്കുന്നത്. RSI 40 മുകളിലേക്ക് എത്തിയെങ്കിലും RSI ഇപ്പോഴും സിഗ്നൽ ലെവലിന് താഴെയാണുള്ളത്. കൂടാതെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 23,100 ഒരു വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ സപ്പോർട്ട് സോണായും പ്രവർത്തിക്കും. ഏതെങ്കിലും കാരണവശാൽ 23,400 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം മാർക്കറ്റ് 23,100 എന്ന സപ്പോർട്ട് സോൺ കൂടി നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ മാർക്കറ്റിന് ലഭിച്ച ഗെയിനും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 23,800 പ്രധാന റെസിസ്റ്റൻസ് സോണും 23,100 മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണായും പ്രവർത്തിക്കും. കൂടാതെ ഇന്ന് ഇന്ത്യ വിക്സ് 0.75% ഉയർന്ന് 19.43 അടുത്തെത്തിയതും മാർക്കറ്റിൽ ബയേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു കോഷ്യസ് മെസ്സേജാണ് നൽകുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗോൾഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ബേസിക് ഇമ്പോർട്ട് ഡ്യൂട്ടി 15% ഉയർത്തിയതിനെ തുടർന്ന് ഗോൾഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളായ മണപ്പുറം ഫിനാൻസ് 6%, മുത്തൂറ്റ് ഫിനാൻസ് 5%, IIFL ഫിനാൻസ് 4.5% ഉയർന്നു. ഗോൾഡിൻ്റെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി 5% നിന്നും 10% ഉയർത്തുകയും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് സെസ് 5% ഉയർത്തുകയും ചെയ്തതോടുകൂടി ഗോൾഡിൻ്റെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 15% ഉയർന്നിട്ടുണ്ട്. ഇവിടെ രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് ഒരു സപ്പോർട്ട് നൽകുന്നതിനും ഗോൾഡ് ഇമ്പോർട്ട് കുറയ്ക്കുന്നതിനും കൂടാതെ ട്രേഡ് ഡെഫിസിറ്റ് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെൻറ് ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉയർത്തിയിരിക്കുന്നത്. ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉയർത്തുന്നത് വഴി ഡൊമസ്റ്റിക് ഗോൾഡിനുള്ള ഡിമാൻഡിൽ 10 മുതൽ 15% കുറവ് വരുമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇത് ഗോൾഡിൻ്റെ വിലയിൽ ഒരു സ്റ്റെബിലിറ്റി വരാനും ഗോൾഡിൻ്റെ ബേസ് പ്രൈസ് ഇംപ്രൂവ് ആകാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. കാരണം ഗോൾഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഗോൾഡ് ഫിനാൻസ് സെക്ടറിലെ കമ്പനികളുടെ ബിസിനസ് പ്രധാനമായും ഗോൾഡിൻ്റെ വിലയെ ആശ്രയിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. പണയ സ്വർണത്തിന് ഉയർന്ന വില ലഭിക്കുകയാണെങ്കിൽ കസ്റ്റമറിന് കൂടുതൽ എമൗണ്ട് കമ്പനികൾക്ക് ലോണായി നൽകാൻ സാധിക്കാറുണ്ട്. ഇത് കമ്പനികളുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം വർദ്ധിപ്പിക്കുന്നതിനും കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ ഉയരുന്നതിനും പിന്നിലെ പ്രധാന കാരണമായി മാറുകയും കമ്പനികളുടെ ബിസിനസ് കൂടുതൽ ഫ്ലറിഷ് ആവുകയും ചെയ്യും. കൂടാതെ കുറഞ്ഞ സ്വർണത്തിന് കൂടുതൽ ലോൺ തുക നൽകുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിനെ ഗോൾഡ് ഫിനാൻസ് സെക്ടറിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് വരും സമയങ്ങളിൽ ഗോൾഡിൻ്റെ ബേസ് വിലയിൽ വർധന ഉണ്ടാകുന്നതും
ഗോൾഡിൻ്റെ വില ഏറെക്കുറെ സ്റ്റേബിൾ ആകുന്നതും ഗോൾഡ് ഫിനാൻസ് സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഗോൾഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ വരും സമയങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്.